السلام عليكم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാന്യരായ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവர்கள் വളരെ പ്രയാസപ്പെട്ട് വളരെ ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയതാണ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം പറഞ്ഞതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒന്നുകൂടി താങ്കൾക്ക് ഞങ്ങൾ സ്വാഗതം പറയുന്നു. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഈ പരിപാടിക്ക് വരാൻ ഏൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നില്ല. ഒരുപക്ഷെ ഇത്തരം നല്ല കാര്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സന്മനസ് അദ്ദേഹത്തെ മന്ത്രിയാക്കിയതിൽ സഹായിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കേരളത്തിൻ്റെ ശക്തനായ നല്ലവനായ ആഭ്യന്തരമന്ത്രി ഇനി കേന്ദ്രത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ സമ്മേളനങ്ങളിലും പങ്കെടുക്കുകയും പ്രസ്ഥാനത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം. ഇവിടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും നമ്മുടെ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, നമുക്കറിയാം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വളരെ തിരക്ക് പിടിച്ചുള്ള ഈ സമയത്ത് അദ്ദേഹം ഇവിടെ എത്തിയതിൽ നമുക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഈ സമ്മേളനം വളരെ ഔദ്യോഗികമായി, വളരെ നിയമപരമായി, വളരെ ശാന്തമായി നടക്കുന്നതിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഒക്കെ സഹായിച്ചത് നമുക്ക് നന്ദിയോടെ മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രിയെ സംസാരത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഈ സ്ഥലത്ത് പന്തൽ ഡിസൈൻ ചെയ്യുകയും ഈ പന്തലിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്യുകയും ചെയ്ത നമ്മളിലൊരായ ആളായ ബഹുമാന്യനായ എഞ്ചിനീയർ ജാഫർ അലിക്ക് നമ്മുടെ ഉപഹാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുകയാണ്. അതാദ്യം നൽകാം എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ആദ്യമാക്കുന്നത്. ജാഫർ അലി നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് കെട്ടിടങ്ങളും പള്ളികളും ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റാണ്. ജാഫർ അലിക്ക് മന്ത്രി നൽകിയ ഓഫർ എന്താണെന്നറിയോ? ഞങ്ങളെ സമ്മേളനങ്ങൾക്കും വേണ്ടി ജാഫറിനെ വിളിക്കാം. ശരി, താങ്ക് യു. ഏറ്റവും പ്രിയങ്കരനായ, എനിക്ക് ഏറ്റവും പ്രിയങ്കരനും ബഹുമാനീയനുമായ ശ്രീ ഹുസൈൻ മടവൂർ, പ്രിയപ്പെട്ട ശ്രീ KPA മജീദ് സാഹിബ്, പ്രിയങ്കരനായ ശ്രീ രണ്ടത്താണി MLA, മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് കുഞ്ഞി, KPCC സെക്രട്ടറി ശ്രീ അബ്ദുൽ മജീദ്, പ്രിയങ്കരനായ ശ്രീ ആദം മുൻഷി, ഈ വേദിയിലുള്ള വിദേശത്ത് നിന്ന് എത്തിയിട്ടുള്ള പ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 8ാമത് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ദൈവാനുഗ്രഹമായി കാണുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. ബഹുമാനായ ശ്രീ ഹുസൈൻ മടവൂരിലൂടെ പറഞ്ഞതുപോലെ എന്നെ ഈ ചടങ്ങിന് ക്ഷണിക്കുമ്പോൾ ഞാൻ മന്ത്രിയായിരുന്നില്ല, KPCC പ്രസിഡന്റ് മാത്രമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ദൈവസ്പർശം ഇതിലുണ്ടായതുകൊണ്ടാകാം ഇന്ന്
കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി ഇവിടെ വരാനുള്ള അവസരം എനിക്ക് ലഭിച്ചത്. ഈ സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചതിന് അദ്ദേഹത്തോടും മുജാഹിദ് പ്രസ്ഥാനത്തോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ കഴിഞ്ഞ പനമരം സമ്മേളനത്തിലുണ്ടായിരുന്നു, ഖത്തറിൽ നടന്ന സമ്മേളനത്തിലുണ്ടായിരുന്നു. ഏതാണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാ മീറ്റിങ്ങുകളും ഒരു സ്ഥിരം പ്രാസംഗികനായി ഞാൻ മാറിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിന്റെ നവോത്ഥാനത്തിനും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്കും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. മഹാനായ അബ്ദുൽ കലാം ആസാദിനെ പോലെ, മുൻ KPCC പ്രസിഡന്റായ ശ്രീ അബ്ദുറഹിമാൻ സാഹിബിനെ പോലെ, സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ മൊയ്തു മൗലവി സാഹിബിനെ പോലെ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ അധ്യായമായ ശ്രീ വക്കം മൗലവി സാഹിബിനെ പോലെ ധീരന്മാരും രാജ്യസ്നേഹികളുമായ നിരവധി മഹാന്മാർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. മാറ്റത്തിന്റെ പക്ഷത്തായിരുന്നു എന്നും മുജാഹിദ് പ്രസ്ഥാനം. അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും തെറ്റായ ചിന്തകൾക്കെതിരായി അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തെ ഒരു നവോത്ഥാന കാലഘട്ടത്തിലേക്ക് നയിക്കുവാൻ പ്രമുഖമായ പങ്ക് വഹിച്ച പ്രസ്ഥാനമായി മുജാഹിദ് പ്രസ്ഥാനത്തെ ഞാൻ വിലയിരുത്തുകയാണ്. ഇന്ന് കേരളം വളരെയേറെ പുരോഗതി പ്രാപിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നു. ആ നവോത്ഥാനത്തിന് കാരണം ദൂരക്കാഴ്ചയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ അചഞ്ചലമായ നിലപാടുകളും ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നമ്മുടെ ലോകം പുരോഗമിക്കുകയാണ്. ലോകം ഇന്ന് നമ്മുടെ വിരൽത്തുമ്പലാണ്. അതിരുകളില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ജനതയും സമൂഹവും തമ്മിലുള്ള അകലം ഇന്ന് കുറഞ്ഞിരിക്കുന്നു. ആ അകലം കുറഞ്ഞ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് ഒരു വിശ്വപൗരനായി ജീവിക്കാൻ കഴിയണം. അന്യ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള അടുത്ത മൈത്രി ബന്ധം നമുക്കുണ്ടാകണം. പണ്ടൊക്കെ രാജ്യങ്ങൾ തമ്മിൽ മൈത്രി ബന്ധങ്ങളായി അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ശത്രു രാജ്യമായിട്ടാണ് കണ്ടുവന്നിരുന്നത്, പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളാകുമ്പോൾ. അന്ന് രാജ്യങ്ങളുടെ അതിർത്തികളെ സംബന്ധിച്ചായിരുന്നു തർക്കം. ഇന്ന് നാം ജീവിക്കുന്നത് അതിർത്തികളില്ലാത്തൊരു ലോകത്തായതുകൊണ്ട് അത്തരം സംഘർഷങ്ങൾക്കും അത്തരം പ്രശ്നങ്ങൾക്കും ഒന്നും ഒരു സ്ഥാനമില്ല. ഇന്നത്തെ ലോകം സംഘർഷരഹിതമാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ ആദിമ യുഗത്തിൽ നിന്ന് വളരെയേറെ മുന്നോട്ട് പോയി ഇന്ന് പരിഷ്കാരത്തിന്റെയും പുരോഗതിയുടെയും ഏറ്റവും ഉന്നതമായ തലത്തിലാണ് നിൽക്കുന്നത്. ഭൂമിയിൽ ജീവിക്കാൻ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൊവ്വയിൽ ജീവിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വൻതോതിലുള്ള വളർച്ചയാണ് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത്. ആ മാറ്റം മാനവരാശിയുടെ മുഖച്ഛായ ആകെ മാറ്റിയിരിക്കുന്നു. മാനവരാശിയുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാക്കുന്നു. യുവതലമുറയുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാക്കുന്നു. രാജ്യങ്ങളുടെയും രാജ്യത്തലവന്മാരുടെയും ചിന്തകളിൽ മാറ്റം ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ലോകം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം. നമ്മളൊരു നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം ജീവിക്കുന്നവരാണ്. കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിന് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നൽകിയ സംഭാവനകളെ ഞാൻ ഈ സന്ദർഭത്തിൽ വാനോളം പുറത്തുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ആ നവോത്ഥാന കാലഘട്ടത്തിൽ നിന്ന് നാം ഇപ്പോൾ നിൽക്കുന്നത്
വലിയ തോതിലുള്ള വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ലോകം മുഴുവൻ നമ്മുടെ രാജ്യത്തെ ശ്രദ്ധിക്കുന്നു. ലോകരാജ്യങ്ങൾ ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഈ ലോകത്തെ 20 രാജ്യങ്ങൾ G20 രാജ്യങ്ങൾ എന്ന് പറയും, ഏറ്റവും അതിവികസിതമായ 20 രാജ്യങ്ങളുടെ തലവന്മാർ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സമ്മേളിക്കുകയുണ്ടായി. അവിടെ അവർ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലോകത്തെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറ്റുക, 1. 2, സമഗ്രമായ ഇൻക്ലൂസീവായ ഒരു വളർച്ച ലോക രാജ്യങ്ങൾക്കുണ്ടാക്കി അതിലൂടെ തൊഴിലവസരങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ നിന്ന് കരകയറിയിട്ടില്ല. അതിവികസിത രാജ്യങ്ങളായ അമേരിക്കയ്ക്ക് പോലും പ്രതിസന്ധി നേരിടുന്നു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിസന്ധി നേരിടുന്നു. ആ ലോക സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിട്ടുള്ള 2 രാജ്യങ്ങളെ ഉള്ളൂ. ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് ചൈനയുമാണ്. അപ്പൊ ലോകത്ത് തന്നെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ പെടാതെ മാറി നിന്നുകൊണ്ട് ദൂരക്കാഴ്ചയോടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ആ ഒരു ദുരവസ്ഥ വന്നു ചേരാതിരുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യം, ഈ രാജ്യം എല്ലാ ആശയങ്ങളെയും ചിന്തകളെയും ചിന്താഗതികളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. ഒന്നിനോടും നമ്മൾ നോ പറയാത്തൊരു രാജ്യമാണ്. കടന്നു വന്ന എല്ലാ ഭരണാധികാരികളെയും സ്വീകരിച്ച് അവരുടെ നന്മകൾ സ്വായത്തമാക്കിയ ഒരു സംസ്കാരമാണ് നമ്മുടേത്. നമ്മുടെ സംസ്കാരം എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണന നൽകുന്നതാണ്. നമ്മുടെ സംസ്കാരം സർവധർമ്മ സമഭാവ് എന്ന ചിന്തയിലൂടെ ലോകത്തുള്ള എല്ലാ ചിന്തകളെയും ഉൾക്കൊള്ളാൻ കഴിയത്തക്ക വിശാലമായ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഒരു സാംസ്കാരിക പശ്ചാത്തലവും സാമൂഹ്യ ജീവിതവും നമുക്കുണ്ട്. ഇന്ന് ആ മതേതരത്വത്തിനെതിരായി കടുത്ത വെല്ലുവിളി ഉയർന്നു വരികയാണ്. ജനാധിപത്യവും മതേതരത്വവുമാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. മറ്റു പല രാജ്യങ്ങളിലും രാജഭരണങ്ങളാണ്, അല്ലെങ്കിൽ പട്ടാള ഭരണങ്ങളാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഞാനും നിങ്ങളും ചെയ്യുന്ന വോട്ടിന്റെ ബാലറ്റ് പേപ്പറിലൂടെ നാം നൽകുന്ന വോട്ടിന്റെ ബലത്തിലാണ് ഇവിടെ ഗവൺമെന്റുകൾ ഉണ്ടാകുന്നത്. ഉന്നതവും ഉദാത്തവുമായ ജനാധിപത്യ പ്രക്രിയ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ആ ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കാനുള്ള കാരണം, ഇവിടെ പട്ടാള ഭരണമുണ്ടാകാത്തതിന്റെ കാരണം, ഇവിടെ അരാജകത്വം ഉണ്ടാകാത്തതിന്റെ കാരണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പവിത്രമായി നാം കാണുന്ന മതേതര സങ്കല്പത്തിന്റെ അടിസ്ഥാനമാണ്. ആ മതേതരത്വത്തിന് എതിരെ ഉയർന്നു വരുന്ന ഏതൊരു വെല്ലുവിളിയും രാജ്യത്തെ ശിഥിലമാക്കാൻ മാത്രമേ സഹായകമാകുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടനയും മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഭൂരിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് ന്യൂനപക്ഷത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. ഭൂരിപക്ഷത്തിന്റെ കടമയാണ് ന്യൂനപക്ഷത്തെ സഹായിക്കുക എന്നുള്ളത്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ വികസനം സാധ്യമാവുകയുള്ളൂ. 12ാം പഞ്ചവത്സര പദ്ധതിയിലാണ് നാം ജീവിക്കുന്നത്. ഈ 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രാജ്യം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്തിനെ പറ്റിയാണ്, ഇൻക്ലൂസീവ് ഗ്രോത്തിനെ പറ്റിയാണ്. സർവതല സ്പർശിയായ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ആ സർവതല സ്പർശിയായ വികസനം ഉണ്ടാകണമെങ്കിൽ
എല്ലാ ജനവിഭാഗങ്ങൾക്കും പുരോഗതി ഉണ്ടാകണം, എല്ലാ പ്രദേശങ്ങൾക്കും പുരോഗതി ഉണ്ടാകണം. നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള സാമ്പത്തിക വളർച്ചയുടെ പ്രയോജനം എല്ലാ വിഭാഗം ജനങ്ങളിലും എത്തുമ്പോഴാണ് രാജ്യത്തിന് പുരോഗതി ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. എല്ലാ പ്രദേശങ്ങൾക്കും വികസനം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ രാജ്യ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഇന്ന് 5.5 ലോകത്തിലെ GDP ഗ്രോത്ത് ഇന്ന് 3% 2.5 കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ ദേശീയ വളർച്ചാ നിരക്ക് 5 എന്നുള്ളത് നമുക്ക് ഡബിൾ ഡിജിറ്റിലേക്ക് എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ലോക സാമ്പത്തിക രംഗത്തുണ്ടായിരിക്കുന്ന മാന്ദ്യമാണ് അതിന് തടസ്സമായി നിൽക്കുന്നത്. പക്ഷേ രാജ്യം ഇന്ന് വലിയ വളർച്ച നേടുന്നു. ആ വളർച്ചയുടെ പ്രയോജനം എല്ലാ സമൂഹങ്ങൾക്കും ഉണ്ടാകണം, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് അത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നൽകിയിട്ടുള്ളത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായ തോതിൽ നടപ്പാക്കിയിരിക്കുന്നു. കേന്ദ്രത്തിലെ സോണിയാഗാന്ധിയെ മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന UPA ഗവൺമെന്റ് രാജേന്ദ്ര സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കിക്കൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ 15 പരിപാടി മദ്രസകളുടെ നവീകരണമടക്കം മതന്യൂനപക്ഷങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വളർച്ചയ്ക്ക് വലിയ തോതിൽ സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന പുരോഗതിയോടൊപ്പം മതന്യൂനപക്ഷങ്ങളും പുരോഗതി പ്രാപിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ വലിയ തോതിലുള്ള ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ന് നടപ്പാക്കുന്നു. ആ പദ്ധതികൾ നടപ്പാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, സമഗ്രമായ വികസനം സാധ്യമാക്കാനുള്ള, സർവതല സ്പർശിയായ വികസനം സാധ്യമാക്കാനുള്ള സർക്കാരിന്റെ ചുമതലാബോധം കൊണ്ടാണ്. എങ്കിൽ മാത്രമേ നാടിൽ സ്ഥായിയായ പുരോഗതി ഉണ്ടാകൂ, വളർച്ചയുണ്ടാകൂ, ജനവിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും ഇത്തരം പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന, മതേതരത്വത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തന ശൈലിയാണ് ഇന്ത്യക്ക് അനുയോജ്യമെന്ന് എത്രയോ 6 പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്തെ നമ്മുടെ പരീക്ഷണങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൽ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉന്നമനമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ആവർത്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഭാഗം മതന്യൂനപക്ഷമാണെന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്കുള്ളത്. ആ വസ്തുത നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നോക്കുമ്പോൾ ആ ജനാധിപത്യ മതേതര നിലപാടുകളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്ന് മതേതരത്വത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും ഒരുപോലെ അപകടകരമാണ്. വർഗീയത ഭൂരിപക്ഷം നടത്തിയാലും ന്യൂനപക്ഷം നടത്തിയാലും അത് രണ്ടും നമ്മുടെ സമൂഹത്തിന് ആപൽക്കരമാണ്. നമുക്കാവശ്യം തുല്യമായ നീതി കൊടുക്കാനും പിന്നോട്ട് നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിഗണന നൽകാനുമുള്ള സമീപനമാണ് രാജ്യത്തിന്റെ ഭാവിക്ക് ആവശ്യം. നമുക്കറിയാം, ഇന്ന് അതുകൊണ്ട് തന്നെയാണ് മതേതര നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് രാജ്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. 8ാം മുജാഹിദ് സമ്മേളനം മതം മാനവിക നവോത്ഥാനത്തിന് വേണ്ടി എന്നുള്ള മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. മനുഷ്യന്റെ നവോത്ഥാനത്തിനും മാനവികതയുടെ നവോത്ഥാനത്തിനും വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം നടത്തുമ്പോൾ മതേതരത്വത്തിന് നേരെ ഉയർന്നു വരുന്ന കടുത്ത വെല്ലുവിളികളെ
ധീരമായി നേരിടാനുള്ള ഒരു പ്രതിജ്ഞയുമായിട്ടായിരിക്കണം 8ാം മുജാഹിദ് സമ്മേളനം സമാപിക്കേണ്ടത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് മുന്നോട്ട് വെക്കാനായിട്ടുള്ളത്. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തീവ്രവാദമാണ്. തീവ്രവാദം പലതരത്തിൽ ഉണ്ടാകുന്നു. എനിക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനം മത തീവ്രവാദത്തിന് നേരെ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ തീവ്രവാദം ഏത് വിഭാഗങ്ങളുടെ ഭാഗത്തുണ്ടായാലും, ഭൂരിപക്ഷത്തിൻ്റെതാണെങ്കിലും ന്യൂനപക്ഷത്തിൻ്റെതാണെങ്കിലും, അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ സമാധാനവും പരമായ സഹവർത്തിത്വത്തിനും പുരോഗതിക്കും എന്നും വിലങ്ങുതടിയായി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ പാതയിലൂടെ പോകുന്ന ആളുകളെ ബോധവൽക്കരിക്കാനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും രാജ്യ പുരോഗതിക്ക് വേണ്ടി അവരെ അണിനിരത്താനുമുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നാടിന് എന്നും വിദ്യാഭ്യാസപരത്തിലും അതോടൊപ്പം തന്നെ മതപരമായ ഔന്നത്യത്തിനും വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമായ മുജാഹിദ് ഇത്തരം മഹത്തായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സി ഹുസൈൻ മടവൂർ മതേതരത്വത്തിന്റെ കരതേറുന്ന ഒരു പ്രതീകമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ നാടിന് ശക്തി പകർത്തകളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള അദ്ദേഹത്തെ ഈ നാടിന് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഉപയോഗിക്കട്ടെ. കേരളത്തിന്റെ നവോത്ഥാനത്തിനും മതേതരത്വത്തിന്റെ നിലനിൽപ്പിനും പരസ്പരമുള്ള യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് കൂടുതൽ കരുത്ത് നൽകട്ടെ എന്ന് ആശംസിക്കാൻ ഞാൻ വിനിയോഗിക്കുന്നു. ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിനായ നിങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മതേതരത്വത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാനും നവോത്ഥാനത്തിന്റെ മഹത്തായ പ്രക്രിയയ്ക്ക് ആക്കം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കാറ്റലിസ്റ്റ് ഏജന്റുകളായി പ്രവർത്തിക്കാനും സമൂഹത്തിൽ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 8ാമത് മുജാഹിദ് സമ്മേളനത്തിന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനത്തിന്റെ